PSC ഡയറിയിലേക്ക് സ്വാഗതം. എലിമിനേഷൻ ടെക്നിക്കിലൂടെ എങ്ങനെ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാമെന്നാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കേരള PSCയുടെ 65-ാം വാർഷിക വിശേഷാൽ പതിപ്പ് ഈ മാർച്ചിൽ 2024 മാർച്ചിൽ പുറത്തിറക്കിയ PSCയുടെ ഏറ്റവും പുതിയ എഡിഷനിലെ കാര്യങ്ങളാണ്, പ്രസ്താവനാ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് എന്താണെന്ന് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാണുക. പ്രസ്താവന 1 പറയുന്നത് കേരളക്കരയിൽ പരാജിതരായ ഡച്ചുകാരിൽ നിന്ന് അവരുടെ ആധിപത്യത്തിലുള്ള പ്രദേശങ്ങൾ ലഭിച്ചത് ഫ്രഞ്ചുകാർക്കാണ് എന്നാണ് പറയുന്നത്. പ്രസ്താവന 1. പ്രസ്താവന 2 പറയുന്നത് 1788 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി കരാറിലേർപ്പെട്ട തിരുവിതാംകൂർ രാജാവാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ. ഇങ്ങനെ 2 പ്രസ്താവനയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ പ്രസ്താവനകൾ കാണുക എന്നാണ് പറയുന്നത്. അതിന്റെ താഴത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൽ ശരിയായ പ്രസ്താവന ഏതെന്നാണ്. നമ്മളിപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്നായിരിക്കും പ്രസ്താവനാ ചോദ്യങ്ങളിൽ ഉണ്ടാകുക. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇത് ശരിയായതാണ് തെറ്റായതാണോ എന്നാണ് പറയുന്നത് എന്നുള്ളത് നിങ്ങൾ ക്വസ്റ്റ്യനിൽ അവിടെ തന്നെ ഒന്ന് വട്ടം വരച്ചിട്ടേക്കുക. ഇപ്പം ശരിയായ പ്രസ്താവന എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 2 പ്രസ്താവനകൾ അത് ശരിയാണോ എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രസ്താവന പറയുന്നത് കേരളക്കരയിൽ പരാജിതരായ ഡച്ചുകാരിൽ നിന്ന് അവരുടെ ആധിപത്യത്തിലുള്ള പ്രദേശങ്ങൾ ലഭിച്ചത് ഫ്രഞ്ചുകാർക്കാണെന്നാണ്, അല്ലെ? അത് തെറ്റായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. കാരണം എന്താ തെറ്റാണെന്ന് പറയാനുള്ള കാരണം എന്താണ്? പരാജിതരായ ഡച്ചുകാരിൽ നിന്ന് അവരുടെ ആധിപത്യത്തിലുള്ള പ്രദേശങ്ങൾ ലഭിച്ചത് ഫ്രഞ്ചുകാർക്കല്ല, പകരം ബ്രിട്ടീഷുകാർക്കാണ്, അല്ലെ? ബ്രിട്ടീഷുകാർക്കാണ് അത് കിട്ടിയിട്ടുള്ളത്. നമ്മൾ ആ കേരള ചരിത്രം പഠിക്കുമ്പോൾ നമുക്കറിയാം. പരാജിതരായ ഡച്ചുകാരിൽ നിന്ന് അവരുടെ ആധിപത്യത്തിലുള്ള പ്രദേശങ്ങൾ ലഭിച്ചത് ഇംഗ്ലീഷുകാർക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രസ്താവന തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാവും. ഈ ഒരു പ്രസ്താവന തെറ്റാണ്, അല്ലെ? ഇനി പ്രസ്താവന 2 എന്താണെന്ന് നോക്കാം. 1788 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി കരാറിൽ ഏർപ്പെട്ട തിരുവിതാംകൂർ രാജാവാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ എന്നാണ്, അല്ലെ? കാർത്തിക തിരുനാൾ രാമവർമ്മ അത് ശരിയായിട്ടുള്ളൊരു പ്രസ്താവന തന്നെയാണ്. മാർത്താണ്ഡവർമ്മയ്ക്ക് ശേഷം വരുന്നത് ഇദ്ദേഹമാണല്ലോ. അപ്പോൾ 1788 എന്നുള്ള വർഷവും കണക്ട് ആവുന്നുണ്ട്, അല്ലെ? അപ്പോൾ ഇത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ ഇതിന്റെ ശരിയുത്തരം എന്ന് പറയുന്നത് ബി ആണ്. പ്രസ്താവന 2 ശരി 1 തെറ്റ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മളത് എലിമിനേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ക്വസ്റ്റ്യനായിട്ട് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഞാൻ ചില കാര്യങ്ങൾ പറയും. അതൊക്കെ നിങ്ങൾ കൃത്യതയോടുകൂടെ ഓർത്തിരിക്കുക. എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ജസ്റ്റ് വായിച്ചു വിടുകയല്ല, അതിനെ എങ്ങനെ നമുക്ക് എലിമിനേറ്റ് ചെയ്തെടുക്കാം എന്ന് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. പിന്നെ ഒരു ബുക്ക് ഉണ്ടെങ്കിൽ നല്ലത്. ഈ പറയുന്ന നമുക്ക് പുതിയ ചില കാര്യങ്ങളുണ്ടെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്ത് പോകുന്നത് നല്ലതാണ്. അപ്പോൾ ഒന്നാമത്തെ ആൻസർ ബി ആണ്. ഇനി അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നത് പട്ടിക 1ഉം 2ഉം ചേരുംപടി ചേർക്കുക എന്നാണ്. അപ്പോൾ 2 പട്ടികയുണ്ട്. ഒരു പട്ടിക 1 ഇവിടെയും പട്ടിക 2 ഇവിടെയും. പട്ടിക 1ഉം പട്ടിക 2 അല്ലേ? പട്ടിക 1 ലെഫ്റ്റ് സൈഡിലും പട്ടിക 2 റൈറ്റ് സൈഡിലുമായിട്ട് സങ്കല്പിച്ചാൽ മതി. പട്ടിക 1ൽ പറയുന്ന കാര്യം എന്നൊന്ന് നോക്കാം. പട്ടിക 1ൽ പറയുന്ന കാര്യങ്ങൾ പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ എന്ന് കൊടുത്തിട്ടുണ്ട് പട്ടിക 1ല്. ആദ്യത്തെ ഒരു പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് വേലുത്തമ്പിയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സേനാനായകൻ എന്ന് കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ പോയിന്റ് മാപ്പിള കലാപകാരികൾ കൊലപ്പെടുത്തിയ മലബാർ കളക്ടർ എന്നാണ്. നാലാമത്തെ പോയിന്റ് പ്രജാമണ്ഡലത്തിന് നിരോധനം ഏർപ്പെടുത്തിയ ദിവാൻ എന്നാണ്. ഇനി പട്ടിക 2ൽ കൊടുത്തിരിക്കുന്ന നോക്കിയാൽ AFW ഡിക്സൺ എന്ന് കൊടുത്തിട്ടുണ്ട്. പട്ടിക ബിയിൽ കേണൽ ലീഗർ എന്നും സിയിൽ കൊനോലി എന്നും ഡിയിൽ തോമസ് ഹാർവേ ബാബർ എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം ക്ലിയർ ആയി. മുകളിൽ പറഞ്ഞിട്ടുള്ള പട്ടികയിലെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ബ്രിട്ടീഷുകാരനെയാണ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പം നമ്മളിതൊക്കെ പഴശ്ശി കലാപം, അതേപോലെ വേലുത്തമ്പി ഇതളവയുടെ കുണ്ട്രവിളംബരം, മാപ്പിള കലാപം, പ്രജാമണ്ഡലം ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ പറയുന്ന ആൾക്കാരെയും നമ്മൾ ഇവരുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചിട്ടുള്ളതാണ്. അപ്പം നേരെ നോക്കണം. പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ഇതിലാരാണ്? അത് നമുക്കറിയാമല്ലോ, നമ്മൾ പഠിക്കുന്നത് തോമസ് ഹാർവേ ബാബർ. അപ്പോൾ 1 ഡി ആണ്. 1 ഡി. അപ്പോൾ 1മായി ചേരുന്നത് ഡി ആണ്. അത് ഈ ഓപ്ഷനിൽ ഉണ്ടോ എന്ന് ആദ്യം നോക്കണം. ഇവിടെ 1 എ ആണ്, ഇവിടെ 1 എ ആണ്, ഇവിടെ 1 ബി ആണ്,
ഇവിടെ 1 D ആണ് അല്ലെ. അപ്പോൾ 1 D കിട്ടി. അപ്പം തന്നെ നമുക്ക് ആൻസർ കിട്ടി. കാരണം ഇത് നമുക്ക് ഉറപ്പാണല്ലോ. പഴശ്ശികലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ എന്ന് പറഞ്ഞാൽ അത് തോമസ് ഹാർവേ ബാബർ എന്ന് നമുക്ക് 100% ഉറപ്പാണ്. അപ്പോൾ 1 D ആണെന്ന് ഉറപ്പാണ്. അപ്പോൾ ഇവിടെ 1 D ആയിട്ടുള്ളത് ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. സി എന്ന് പറയുന്ന ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ ബാക്കി നോക്കേണ്ട ഒരു കാര്യവുമില്ല, നേരെ അതങ്ങ് വെച്ച് അടിച്ചേക്കാം. കാരണം ഒരു മത്സര പരീക്ഷ പോലുള്ളൊരു സ്ഥലത്ത് നമ്മൾ ബാക്കിയൊന്നും നോക്കേണ്ട. ബാക്കി ഇവിടെ നമുക്ക് ഉറപ്പിക്കാം, കാരണം D മാത്രമല്ലേ ഉള്ളൂ. മത്സര പരീക്ഷ പോലുള്ള സ്ഥലത്ത് നമുക്ക് വേണ്ടത് മാക്സിമം സമയമാണ്. സമയം എന്നാലും ഒന്നുകൂടെ ഒന്ന് നോക്കിയേക്കാം. ഇവിടെ എന്തായാലും ഓപ്ഷൻ കറക്റ്റായിട്ട് D വരും. എന്നാലും നമുക്ക് ബാക്കി ഇവിടെ ഒന്ന് നോക്കാം. ഇവിടെ നമ്മൾ പഠിക്കുന്നത് കൊണ്ട് ഇത് പഠിച്ചിരിക്കുകയും ചെയ്യാം. അപ്പോൾ പഴശ്ശികലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ എന്ന് പറയുന്നത് തോമസ് ഹാർവേ ബാബർ ആണ്. തോമസ് ഹാർവേ ബാബർ. അപ്പോൾ അടുത്തത്, വേലുത്തമ്പിയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സേനാനായകൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേലുത്തമ്പിയാണ് കേട്ടോ. ഇതൊന്നും നോക്കണം, ഇപ്പം അടുത്തിടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. വേലുത്തമ്പിയെ പരാജയപ്പെടുത്തിയത് കേണൽ ലീഗർ. അതുപോലെ മാപ്പിള കലാപകാരികൾ കൊലപ്പെടുത്തിയ മലബാർ കളക്ടറാണ് കൊനോലി എന്ന് പറയുന്നത്. കൊനോലി. അടുത്തത്, പ്രജാമണ്ഡലത്തിന് നിരോധനം ഏർപ്പെടുത്തിയത് AFW ഡിക്സൺ ആണ്. അപ്പോൾ 1 D 2 B 3 C 4 A. നിങ്ങളുടെ കയ്യിൽ നോട്ട്ബുക്ക് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ നോട്ട്ബുക്കിലേക്ക് ഇത് ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുക, പഴശ്ശികലാപം എന്നിട്ടിട്ട് ബ്രിട്ടീഷ് സബ് കളക്ടർ എന്ന് വേണ്ട. അതൊക്കെ നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ്, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പഴശ്ശികലാപത്തിന് നേരെ ആരുടെ എഴുതണം? നമ്മുടെ തോമസ് TH ബാബർ. ചിലപ്പോൾ തോമസ് ഹാർവേ ബാബർ എന്നായിരിക്കത്തില്ല, TH ബാബർ എന്നായിരിക്കും. തോമസ് ഹാർവേ ബാബർ എന്ന് പറഞ്ഞാൽ TH ബാബർ എന്നായിരിക്കും. അപ്പോൾ പഴശ്ശികലാപം TH ബാബർ. അതേപോലെ വേലുത്തമ്പിയുടെ നേരെ കേണൽ ലീഗർ. അതേപോലെ മാപ്പിള കലാപകാരികൾ എന്നത് കൊനോലി. പിന്നെ പ്രജാമണ്ഡലത്തിന് നിരോധനം ഏർപ്പെടുത്തിയത് AFW ഡിക്സൺ. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വെറുതെ ഒരു ചോദ്യം വായിച്ചു പോവുകയല്ല, നമ്മളത് എങ്ങനെയാണ് ഉത്തരത്തിലേക്ക് എത്താമെന്ന് പറയുന്നുണ്ട്, നിങ്ങൾ നോട്ട് ചെയ്യുക. അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക എന്നതാണ്. വാസ്കോഡ ഗാമയുടെ അന്ത്യവിശ്രമ സ്ഥലം എന്ന് പറയുന്നത് ജെറോണിമസ് കത്തീഡ്രൽ എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ശരിയാണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാണ്. രണ്ടാമത്തേത്, ഹോർത്തൂസ് മലബാറിക്കസിന് നേരെ ഡച്ചുകാർ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് കോട്ട കൊച്ചി കൊടുത്തിട്ടുണ്ട്. അറബിക്കടലിന്റെ സിംഹം എന്നറിയപ്പെടുന്നത് കുഞ്ഞാലി നാലാമൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഒന്നുകൂടെ ഒന്ന് പറയാം. ഇവിടെ നമ്മൾ പറഞ്ഞു, ക്വസ്റ്റ്യൻ ആദ്യം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ വട്ടം വരച്ചിട്ടേക്കുക. കാരണം നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് താഴത്തോട്ടുള്ള ഇത് വായിച്ചിട്ട് വരുമ്പോൾ നമ്മൾ മുകളിൽ പറഞ്ഞത് ശരിയാണെന്നാണോ തെറ്റാണെന്നാണെന്നോ ചിലപ്പം നമ്മൾ ശ്രദ്ധിക്കാതെ ചിലപ്പോൾ തെറ്റായത് അല്ലെങ്കിൽ ശരിയായതെന്നാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ നമ്മൾ തിരിച്ച് അടയാളപ്പെടുത്തി വയ്ക്കും. കാരണം ഓപ്ഷൻ നോക്കുമ്പോൾ നമ്മളെ കൺഫ്യൂഷൻ ആകുന്നതായിരിക്കും ഓപ്ഷൻ. അതുകൊണ്ട് ആദ്യം തന്നെ ക്വസ്റ്റ്യൻ കിട്ടിയാൽ ആദ്യം തന്നെ ആ ശരിയായത് അല്ലെങ്കിൽ തെറ്റായത് എന്നാണോ, ചോദ്യത്തിൽ എന്താണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് അത് വട്ടം വരച്ചിട്ടേക്കുക. എന്നിട്ട് ഒന്ന് വായിച്ചു നോക്കിയിട്ട് നേരെ അതിലൊന്നുകൂടെ നോക്കുക. നോക്കിയിട്ട് പിന്നെ രണ്ടാം റൗണ്ടിൽ കറക്റ്റ് ആക്കുക. വാസ്കോഡ ഗാമയുടെ അന്ത്യവിശ്രമം എന്ന് പറയുന്ന ജെറോണിമസ് കത്തീഡ്രലാണ്. അതും നമുക്ക് ശരിയായിട്ടുള്ള കാര്യമാണ്, നമുക്കറിയാം. ഹോർത്തൂസ് മലബാറിക്കസ് ഡച്ചുകാരാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്, അതും ശരിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് കോട്ട എന്ന് പറയുന്നത് നമുക്കറിയാം, മാനുവൽ കോട്ട, അത് കൊച്ചിയിലാണെന്ന് നമുക്കറിയാം. അറബിക്കടലിന്റെ സിംഹം എന്ന് പറയുന്നത് കുഞ്ഞാലി നാലാമൻ. ഇത് കറക്റ്റായിട്ട് പഠിച്ചിട്ടുള്ളവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഇത് ശരിയായിട്ടുള്ള പ്രസ്താവന തന്നെയാണ്. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് 3 D ആണ്. 1 2 3 4 ശരിയായ പ്രസ്താവന. ഇവിടെ ഓർത്തിരിക്കേണ്ട, അറബിക്കടലിന്റെ സിംഹം എന്നറിയപ്പെടുന്നത് കുഞ്ഞാലി നാലാമനാണ്. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാണുക. പ്രസ്താവന 1, ഐക്യ കേരള പ്രസ്ഥാനത്തിന്റെ നേതൃസ്ഥാനത്ത് നിന്ന് രാജിവെച്ച നേതാവാണ് K കേളപ്പൻ. പ്രസ്താവന 2, തിരുക്കൊച്ചിയുടെ തലവനായോ രാജപ്രമുഖനായോ ഒരു രാജാവിനെ നിയമിച്ചത് കേരള സംസ്ഥാനത്തിന്റെ രൂപവത്കരണത്തിന് സഹായകമാകില്ല എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്, അതായത് K കേളപ്പന്റെ നിലപാട്. ഇങ്ങനെയാണ് 2 പ്രസ്താവന കൊടുത്തിരിക്കുന്നത്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാണുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ശേഷം പറയുന്ന താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരി കണ്ടെത്തുക എന്ന്. അപ്പോൾ ചുരുക്കി പറഞ്ഞ ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. ഇതിൽ ഒന്നുകൂടെ നോക്കിയാൽ പ്രസ്താവന 1, ഐക്യ കേരള പ്രസ്ഥാനത്തിന്റെ നേതൃസ്ഥാനത്ത് നിന്ന് രാജിവെച്ച നേതാവാണ് K കേളപ്പൻ. അത് നമുക്ക് അറിയാവുന്നൊരു പോയിന്റ് തന്നെയാണ് അല്ലേ.
അപ്പോൾ പ്രസ്താവന 2 എന്ന് പറയുന്നത് അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. പ്രസ്താവന 1. പ്രസ്താവന 2 എന്ന് പറയുന്നത് ഒന്നാമത്തെ പ്രസ്താവനയുടെ കാരണമാണ്. തിരുക്കൊച്ചിയുടെ തലവനായോ രാജപ്രമുഖനായോ ഒരു രാജാവിനെ നിയമിച്ചത് കേരള സംസ്ഥാനത്തിന്റെ രൂപവത്കരണത്തിന് സഹായകമാകില്ല എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. കാരണം നമ്മളൊരു ജനാധിപത്യ രാജ്യമാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ പിന്നെയും രാജാവിനെ അതിന്റെ ടോപ്പിലേക്ക് കൊണ്ടുവരുന്നത് ശരിയാകില്ല എന്നൊരു നിലപാട് കൊണ്ടാണ് കെ കേളപ്പൻ അതിൽ നിന്ന് രാജിവെച്ച് പോന്നിട്ടുള്ളത്. കേട്ടാ, കെ കേളപ്പൻ രാജിവെച്ചു. അപ്പൊ ഇവിടെ 2 പ്രസ്താവനകളും ശരിയാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. പട്ടിക 1ഉം 2ഉം ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. പട്ടിക 1ആം പട്ടികയിൽ കൊടുത്തിട്ടുള്ളത് കണ്ണൂർ കോട്ട, അഞ്ചുതെങ്ങ് കോട്ട, ചെറുകൊല്ലായി കോട്ട, ചേറ്റുവക്കോട്ട ഇങ്ങനെയാണ്. ചേറ്റുവക്കോട്ട, ഈ ചേറ്റുവക്കോട്ടയൊക്കെ അടുത്തിടെയായിട്ട് ധാരാളമായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിന് പട്ടിക 2ൽ കൊടുത്തിട്ടുള്ളത് ഡച്ചുകാര്, ബ്രിട്ടീഷുകാര്, ഫ്രഞ്ചുകാര്, പോർച്ചുഗീസുകാര്. അപ്പൊ ഈ കോട്ടകൾ നിർമ്മിച്ചത് ആര് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പട്ടിക ചേരുംപടി ചേർക്കുക എന്നുള്ളത് അല്ലെ, അത് ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ശരിയ ഉത്തരം നോക്കിയാൽ കണ്ണൂർ കോട്ട ആരാണ് നിർമ്മിച്ചതെന്ന് നമുക്കറിയാം. കണ്ണൂർ കോട്ട ആരാണ് നിർമ്മിച്ചതെന്ന് നമ്മൾ കേരള ചരിത്രം പഠിക്കുമ്പോൾ അറിയാം. കണ്ണൂർ കോട്ട നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ്. കണ്ണൂർ കോട്ട നിർമ്മിച്ചിട്ടുള്ളത് പോർച്ചുഗീസുകാരാണ്. അപ്പോൾ 1 എന്ന് പറയുന്നത് അതിൻ്റെ 1 ഡിയുമായിട്ടാണ് മാച്ച് ചെയ്യുന്നത്. അങ്ങനെ വരുന്നൊരു ഓപ്ഷൻ നോക്കുക. ഇവിടെ 1A ആണ്, 1A ആണ്, ഇവിടെ 1A ആണ് അല്ലേ. പക്ഷെ ഇവിടെ 1D ആണ്. അപ്പോൾ തന്നെ നമുക്ക് കിട്ടി. അത് എടുത്തു പിന്നെ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് അങ്ങോട്ട് നമുക്കിത് കറുപ്പിച്ച് വിട്ട് അടുത്ത പോസ്റ്റിലേക്ക് കടക്കാവുന്നതാണ്. അപ്പോൾ 1D ആണ്. ഇവിടെ ഇനിയിപ്പോൾ രണ്ടാമത്തെ അഞ്ചുതെങ്ങ് കോട്ട, ഇത് നമുക്കറിയാം ബ്രിട്ടീഷുകാരാണ്. ബ്രിട്ടീഷ് എന്ന് പറയുന്നത് 2B ആണ്. കണ്ട 2B, ഇത് കറക്റ്റാണ് 2B. അടുത്ത 3 ചെറുകല്ലായി കോട്ട, അങ്ങനെ കേട്ടിട്ടുണ്ടാവില്ല ചെറുകല്ലായി കോട്ട. പക്ഷെ ചെറുകല്ലായി കോട്ട അത് ഫ്രഞ്ചുകാരുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്, ചെറുകല്ലായി കോട്ട. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു നോട്ട് കയ്യിൽ വെക്കണമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ 2 അറിയാം. കണ്ണൂർ കോട്ട പോർച്ചുഗീസ് ും അഞ്ചുതെങ്ങ് കോട്ട ബ്രിട്ടീഷുകാരുമാണെന്ന് അറിയാം. ഇപ്പൊ നിങ്ങൾ ആ ബുക്കിൽ ഇങ്ങോട്ട് എഴുതി വെക്കുക ചെറുകല്ലായി കോട്ട, അതിന്റെ നേരെ എഴുതി വെക്കുക ആരാ ചെയ്തത്, ഫ്രഞ്ചുകാരാണ്. കാരണം ഇവിടെ ചിലർക്ക് പുതിയതായിട്ടുള്ള ഒരു പോയിന്റ് അതായിരിക്കും. പിന്നെ ചേറ്റുവക്കോട്ട ഒബ്വിയസ്ലി ഡച്ചുകാരാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എന്ന് പറയുന്നത് 1C ആണ്. അപ്പം നോക്കിയാൽ നമ്മൾ ആ നേരെ ഓപ്ഷനിലേക്ക് എത്തിയത് കണ്ട. അപ്പം നമുക്ക് ചിലതൊന്നും അറിയില്ലെങ്കിൽ കൂടിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേരെ ഓപ്ഷനിൽ വന്നിട്ട് എലിമിനേഷൻ ടെക്നിക്കിലൂടെ നമുക്ക് അതിന്റെ ശരിയുത്തരത്തിലേക്ക് നമുക്ക് കടക്കാൻ പറ്റും. ക്വസ്റ്റ്യൻ നമ്പർ 6, താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ കണ്ട. ഇപ്പം നോക്കി നമ്മൾ ഇതിനകത്തൊരു സൈക്കോളജി എന്ന് പറയുന്നത് നമ്മൾ കുറേ ക്വസ്റ്റ്യൻ ഇങ്ങനെ 2-3 ക്വസ്റ്റ്യൻ ഇങ്ങനെ ശരിയായ പ്രസ്താവന ഏത് എന്ന് എഴുതിയൊക്കെ വന്ന് നമ്മൾ കറക്റ്റ് ഉത്തരവൊക്കെ ചെയ്തു വരുമ്പോഴാണ് അടുത്തൊരെണ്ണം പെട്ടെന്നൊരെണ്ണം തെറ്റായ പ്രസ്താവന ഏത്, അല്ലെങ്കിൽ ഒരു ശരിയായ പ്രസ്താവന ഏത് എഴുതിയിട്ട് പെട്ടെന്നൊരു തെറ്റായ പ്രസ്താവന, പെട്ടെന്നൊരു ശരിയായ പ്രസ്താവന. അതുകൊണ്ട് ആദ്യം ക്വസ്റ്റ്യനിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വരച്ചിട്ടേക്കണം. കാരണം നമ്മളെ കൺഫ്യൂഷൻ ആയിക്കളയും. ഇത് നേരെ തെറ്റായ എന്നുള്ള ആദ്യം വരച്ചിടുക. എന്നിട്ട് പ്രസ്താവന ഏതെന്നാണ് ഇതിനകത്ത് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ആ പ്രസ്താവന നോക്കാം. ഒന്നാമത്തെ പ്രസ്താവന, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് തിരുക്കൊച്ചി സംസ്ഥാനം പാർട്ട് B സ്റ്റേറ്റുകളുടെ കൂട്ടത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഇതങ്ങനെ എല്ലാവർക്കും അറിയണമെന്നില്ല. അപ്പോൾ ഇതുകൊണ്ട് നിരാശരാകേണ്ട. രണ്ടാമത്തെ ഓപ്ഷൻ വായിച്ചു നോക്കുക. തിരുക്കൊച്ചി രാജപ്രമുഖനായി ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയെ നിയമിച്ചതിൽ പ്രതിഷേധിച്ച് ഐക്യകേരള പ്രസ്ഥാനത്തിന്റെ നേതൃസ്ഥാനത്ത് നിന്ന് രാജിവെച്ച നേതാവാണ് കെ കേളപ്പൻ. അത് നമ്മളിപ്പോൾ തൊട്ടപ്പുറത്ത് നമ്മൾ പറഞ്ഞു, ഐക്യകേരള പ്രസ്ഥാന രൂപീകരണവുമായി ബന്ധപ്പെട്ടവെന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇത് ശരിയായിട്ടുള്ളൊരു പോയിന്റ് ആണെന്ന് നമുക്കറിയാം. അടുത്ത ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് B എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള പ്രസ്താവന നമുക്ക് ഉറപ്പുണ്ട്. C, ഞാൻ നിങ്ങളെ എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞു വരുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഡയറക്റ്റ് ഉത്തരത്തിലേക്ക് പോകാൻ ഞാൻ അങ്ങനെയല്ല, നിങ്ങൾക്കിത് പ്രയോജനപ്പെടണമല്ലോ. C എന്ന് പറയുന്നത് 1956 തിരുക്കൊച്ചിയിൽ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചത് രാജപ്രഭുവിന്റെ ശുപാർശ പ്രകാരമാണെന്നാണ്. ഇത് ചിലപ്പോൾ ചിലർക്ക് പുതിയൊരു പോയിന്റ് ആയിരിക്കാം. അപ്പോൾ അത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ട്, അവിടെ നിൽക്കട്ടെ. അടുത്തത് D, തിരുക്കൊച്ചിയിലെ അവസാനത്തെ മുഖ്യമന്ത്രി C കേശവനായിരുന്നു. അത് നമുക്കറിയാം, ഇത് ഒട്ടും ശരിയല്ല. കാരണം തിരുക്കൊച്ചിയിലെ അവസാനത്തെ മുഖ്യമന്ത്രി നമ്മൾ ഇതൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇത് ശരിയല്ലെന്നറിയാം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് തെറ്റായ പ്രസ്താവനയാണ്. ഇത് തെറ്റാണെന്ന് നമുക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. D തെറ്റാണെന്ന് പൂർണ്ണ ബോധ്യമുണ്ട്. അപ്പോൾ അങ്ങനെ എലിമിനേഷൻ ടെക്നിക്കിലൂടെ നമുക്ക് ഇത് ഒഴിവാക്കാൻ പറ്റും. അപ്പം നോക്കിയാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നതിൽ ബാക്കിയുള്ള 3 പോയിന്റിൽ 2 അറിയില്ല, ഒരെണ്ണേ അറിയത്തുള്ളൂ. എങ്കിൽ കൂടിയും നമ്മൾ കറക്റ്റ് ഇതിലേക്ക് വന്നതാണ്. കാരണം എന്താ, ഇതിൽ ചോദിച്ചിരിക്കുന്ന തെറ്റ് എന്നാണ്, അത് നമുക്ക് കൃത്യമായിട്ട് ഇവിടെ അറിയാം. അപ്പൊ അതുകൊണ്ട് ആദ്യത്തെ 1-2 ഓപ്ഷൻ കണ്ട് അത് മനസ്സിലായില്ല എങ്കിൽ, അറിയാൻ പാടില്ലാത്തതാണെങ്കിൽ കൂടി അവിടെ നിർത്തരുത്, അടുത്തയിലേക്ക് തുടർന്ന് പോകണം. അപ്പൊ ഇവിടുത്തെ ഈ ബാക്കിയുള്ള ഈ 3 പോയിന്റുകൾ ശരിയായിട്ടുള്ള പോയിന്റുകളാണ്. അത് നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് നിങ്ങൾ എഴുതി വയ്ക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ, അതും ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ പേരും വകുപ്പുകളും ചേരുംപടി ചേർക്കുക എന്നാണ്. അതിൽ പട്ടിക 1ൽ കൊടുത്തിട്ടുള്ളത്
വിദ്യാഭ്യാസ വകുപ്പ്, എക്സൈസ് വകുപ്പ്, ആരോഗ്യ വകുപ്പ്, വിദ്യുത് ശക്തി വകുപ്പ് നമ്മുടെ മന്ത്രിസഭയാണ്. പട്ടിക 2 കൊടുത്തിരിക്കുന്ന AR മേനോൻ, KR ഗൗരി, VR കൃഷ്ണയ്യർ, D ഓപ്ഷൻ ജോസഫ് മുണ്ടശ്ശേരി. ഇത്രയും പേരാണ്. വിദ്യാഭ്യാസ വകുപ്പ് ജോസഫ് മുണ്ടശ്ശേരി. അതായത് 1 എന്ന് പറയുന്നത് ഡിയോടാണ് ചേരുന്നത്. നോക്കുക, 1 D ആണ്. 1 D വരുന്നത് ഇവിടെ 1 D ആണ്, ഇവിടെ 1 D ആണ്, ഇവിടെ 1 എല്ലായിടത്തും 1 D ആണ്. കാരണം ഇതെല്ലാവർക്കും അറിയാമെന്ന് അവർക്കും അറിയാം. അതുകൊണ്ട് അതായത് ഇനി അടുത്തത് 2 എന്ന് പറയുന്നത് എക്സൈസ് വകുപ്പ്. എക്സൈസ് വകുപ്പ് KR ഗൗരിയാണ്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എക്സൈസും റവന്യൂവുമാണ് അവർ കൈകാര്യം ചെയ്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 എന്ന് പറയുന്നത് B ആണ്. 2 B വരുന്നത് 1 D വരുന്നത് എല്ലാം 1 D വരുന്നുണ്ട്. 2 B വരുന്നത് ഇവിടെ വരുന്നുണ്ട്, ഇവിടെയും വരുന്നുണ്ട് അല്ലെ, 2 B എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ നോക്കാം. ആരോഗ്യ വകുപ്പ് നമുക്കറിയാം AR മേനോനാണ് കൈകാര്യം ചെയ്തിരുന്നത്. അതായത് 3 എന്ന് പറയുന്നത് 3A വരണം. 3A ആയിട്ടുള്ളത് ഈ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. കണ്ട, 3A ഇവിടെ 3C ആണ്. അപ്പം നമുക്കിനി ഉറപ്പിച്ച് പറയാം ഇത് തന്നെയാണ് ശരി അല്ല. ഇങ്ങനെയാണ് നമ്മൾ ഒരു ക്വസ്റ്റ്യനെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്. ഇനി 4C ആണ് കൊടുത്തിട്ടുള്ളത്. 4 വിദ്യുത് ശക്തി വകുപ്പ് അല്ലെ, ഇലക്ട്രിസിറ്റി വിദ്യുത് ശക്തി വകുപ്പ് ആരാണ്? VR കൃഷ്ണയ്യരാണ്. കണ്ട, അപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾ 4 വകുപ്പ് കാണാതെ പഠിച്ചു കഴിഞ്ഞു. ഏതാണ്? വിദ്യാഭ്യാസ വകുപ്പ് ജോസഫ് മുണ്ടശ്ശേരി, റവന്യൂ അതുപോലെ എക്സൈസ് വകുപ്പ് KR ഗൗരിയമ്മ, ആരോഗ്യ വകുപ്പ് AR മേനോൻ, വിദ്യുത് ശക്തി വകുപ്പ് VR കൃഷ്ണയ്യർ. ഇത്രയും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അത് വെച്ചിട്ട് ഓപ്ഷൻ ഇതാണ്. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരുന്നുണ്ട്. കൃത്യമായിട്ട് അത് മനസ്സിലാക്കി അതേപോലെ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാണുക. എന്നിട്ട് ഇവിടെ പറയുന്ന താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരി കണ്ടെത്തുക എന്നാണ്. നമ്മൾ വെറുതെ മൊത്തം വായിച്ച സമയങ്ങളുണ്ടല്ലോ. അപ്പോൾ പ്രസ്താവന 1, ഈ 2 പ്രസ്താവനയിൽ ശരി ഏതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പ്രസ്താവന 1, നമ്പൂതിരി സമുദായത്തിലെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ വിലക്കിനെതിരെ പ്രേംജി രചിച്ച നാടകമാണ് ഋതുമതി. ഇത് ശരിക്കും ഇത് ശരിയായിട്ടുള്ളൊരു പ്രസ്താവന തന്നെയാണ്. പ്രേംജി രചിച്ച നാടകമാണ് ഋതുമതി. അത് കറക്റ്റാണ്. അതിൻ്റെ കാരണം ഇതാണ്, നമ്പൂതിരി സമുദായത്തിലെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ വിലക്കിനെതിരെയാണ് പ്രേംജി ഈ നാടകം രചിച്ചുള്ള ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. പ്രസ്താവന 2 എന്ന് നമുക്ക് നോക്കാം. പ്രസ്താവന 2 നമ്പൂതിരി സമുദായത്തിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ചിത്രീകരിക്കുന്ന MR ഭട്ടതിരിപ്പാടിന്റെ നാടകമാണ് മറയ്ക്കുടക്കുള്ളിലെ മഹാനരകം എന്ന്. ചില ബുക്കിൽ മഹാനഗരം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് തെറ്റാണ്. MR ഭട്ടതിരിപ്പാടിന്റെ നാടകമാണ്. ഇതും ശ്രദ്ധിക്കുന്നുണ്ട്. ഇതൊരു നാടകമാണ്. മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം എന്നാണ്. ഇത് 2 പ്രസ്താവനകളും ശരിയാണ്. അതുകൊണ്ട് C ആണ് ആൻസർ. 2 പ്രസ്താവനകളും ശരിയാണ്. പട്ടിക 1ഉം പട്ടിക 2ഉം ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ്. പട്ടിക 1 പറയുന്നത് പാലക്കാട്, കോഴിക്കോട്, തലശ്ശേരി, വടകര, മഞ്ചേരി എന്നിങ്ങനെ സ്ഥലങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പട്ടിക 2 ആസാദ് അലി ഖാൻ ബഹാദൂർ, CP രാമസ്വാമി അയ്യർ, KP രാമൻ മേനോൻ, ആനി ബസന്റ്. ഇത് മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന് സമ്മേളനം നടങ്ങുന്ന സ്ഥലങ്ങൾ, അടുത്തത് ആ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ആൾക്കാർ. പാലക്കാട് 1ാം മലബാർ ജില്ലാ കോൺഗ്രസ് അല്ലെ, പാലക്കാട് അതിൻ്റെ അധ്യക്ഷ ആരായിരുന്നു? പാലക്കാട് നമുക്കറിയാം ആരാണ്? 1 D ആണ്, ആനി ബസന്റ് ആണ്. 1 D അല്ലെ, 1 D ഇവിടെ വരുന്നത് ഇത് മാത്രമാണ്. 1 D വന്നിട്ടുള്ളത് ഇവിടെയാണ്. 1 D അല്ലെ, 1 D വന്നിട്ടുള്ളത് ഇതാണ് 1 D. അപ്പോൾ അടുത്ത രണ്ടാമത്തെ ഇത് ഇപ്പം തന്നെ നമുക്ക് ആൻസർ കിട്ടി. കാരണം വെച്ചാൽ ബാക്കി നോക്കണം, വെറുതെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. ആൻഡ് ഓപ്ഷൻ എന്ന് പറയുന്ന 1 D വന്നിട്ടുള്ള അതേ ഉള്ളൂ. കാരണം ഇത് ഉറപ്പാണ്. പാലക്കാട് സമ്മേളനം നമുക്ക് ആനി ബസന്റ് എന്നുള്ള 100% ഉറപ്പാണ്. പിന്നെ ബാക്കി നമുക്ക് വെറുതെ ഒന്ന് നോക്കാം. 2B 2 കോഴിക്കോട് ആരാണെന്നാണ്? B CP രാമസ്വാമി അയ്യർ. കറക്റ്റാണ്. നമുക്കറിയാം ആനി ബസന്റ് കഴിഞ്ഞിട്ട് രാമസ്വാമി അയ്യറാണ്. പിന്നെ 5 സമ്മേളനങ്ങൾ നടക്കുന്നതിൽ നടുക്കത്തെ സമ്മേളനം എന്ന് പറയുന്നത് വലിയ പേരുള്ള ഒരാളാണ്. അങ്ങനെയാണ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരുന്നത്. അത് ആസാദ് അലി ഖാൻ ബഹാദൂർ ആണ്. തലശ്ശേരിയിൽ നടക്കുന്നത് 3A ആസാദ് അലി ഖാൻ ബഹാദൂർ ആണ്. തലശ്ശേരി 3A. കണ്ട, അപ്പോൾ 5 സമ്മേളനങ്ങളിൽ നടുക്കത്തെ സമ്മേളനം 3ാമത്തെ സമ്മേളനം അത് നടക്കുന്നതിൻ്റെ അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ വലിയ പേരുള്ള ഒരാളാണ്, ആസാദ് അലി ഖാൻ ബഹാദൂർ. കണ്ട, അങ്ങനെയാണ് ഞാൻ ഓർത്തിരുന്നത്. ഇപ്പോൾ ഇവിടെ ഉള്ള ഈ 5 പേരെ എടുത്താലും അതിൽ ഏറ്റവും വലിയ പേരുകാരൻ ഇദ്ദേഹമാണ്. അദ്ദേഹത്തിനെ നടുക്കൊണ്ട് എഴുതി വയ്ക്കുക, ആസാദ് അലി ഖാൻ ബഹാദൂർ. കണ്ട, അപ്പോൾ അത് തലശ്ശേരിയിലാണ്. അപ്പോൾ 3A ആണ്. 3A. ഇനി 4 എന്ന് പറയുന്ന വടകര സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് KP രാമൻ മേനോനാണ്. വടകര സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ KP രാമൻ മേനോനാണ്. അതുപോലെ 5ാമത്തെ മഞ്ചേരി സമ്മേളനം. ഇതും 1ഉം 5ഉം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കൂട്ടത്തിൽ. 1, 5 മഞ്ചേരി. 1 പാലക്കാടും 5 മഞ്ചേരിയാണ്. മഞ്ചേരി സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് കസ്തൂരി രംഗ അയ്യങ്കാരാണ്.
കസ്തൂരിരംഗ അയ്യങ്കാർ. 5E ആണ് കസ്തൂരിരംഗ അയ്യങ്കാർ. അപ്പം ഞാനിത് അടുത്ത ഏറ്റവും ലാസ്റ്റത്തെ എനിക്കറിയാം. കാരണം മഞ്ചേരിയിലെ 1ഉം 5ഉം ഞാൻ ഓൾറെഡി പഠിച്ചു വെച്ചിരുന്നതാണ്. നടുക്കത്തത് പിന്നെ വലിയ പേര് കാരണം ഓർത്തിരുന്നു. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യനിലെ 1-2 പോയിന്റുകൾ അറിയില്ലെങ്കിൽ കൂടിയും എലിമിനേഷൻ ടെക്നിക്കിലൂടെ എങ്ങനെ ശരിയുത്തരത്തിലേക്ക് എത്താം എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതെല്ലാവരും പ്രയോജനപ്പെടുത്തുക. താങ്ക് യു.